അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1412. ബഹുമാനപ്പെട്ട ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബി ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാൽ. അബൂ ഉമാമൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി, ആരെങ്കിലും ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ആരെങ്കിലും പാരായണം ചെയ്താൽ, ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി പതിവാക്കിയാൽ, ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനത്തിൽ നിന്ന് അവനെ തടയുകയില്ല, ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ. അഥവാ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ളൊരു മറ, അത് മരണം മാത്രമാണ്. അവൻ മരിച്ചാൽ അവന് സ്വർഗം ഉറപ്പാണ്. നിസ്കാരശേഷം, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പതിവാക്കിയാലുള്ള നേട്ടമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഖുർആനിക സൂക്തങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സയ്യിദത്തു ആയിൽ ഖുർആൻ സൂക്തങ്ങളുടെ നേതാവാണ് ആയത്തുൽ കുർസി എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. ആ വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി എന്ന് പറയപ്പെടുന്ന ആയത്ത്. അത് നാം പതിവാക്കണം. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്താൽ പൈശാചിക ശർറുകൾ ഉണ്ടാവില്ല എന്നൊരു ഹദീസിൽ കാണാം. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ മലക്കുകളുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ അവൻ ലഭിക്കുമെന്നും. ഇങ്ങനെ ഒരുപാട് മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. അത് നാം പതിവാക്കണം. എല്ലാ നിസ്കാരശേഷവും സലാം കിട്ടിയ ഉടനെ എഴുന്നേറ്റ് പോകുന്ന രൂപം ഉണ്ടാകരുത്. പള്ളിയിൽ ജമാഅത്തിന് വരുമ്പോൾ മാത്രം നമ്മൾ ആയത്തുൽ കുർസി ഓതുക, അഥവാ ഒറ്റക്ക് വീട്ടിൽ നിന്നോ മറ്റോ നിസ്കരിക്കുന്ന സമയത്തൊന്നും അതില്ലാത്തൊരവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ ഇത് പതിവാക്കണം. എല്ലാ നിസ്കാരശേഷവും നമ്മൾ ഇസ്തിഗ്ഫാർ കഴിഞ്ഞ ഉടനെ ആയത്തുൽ കുർസി ഓതൽ പതിവാക്കണം. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന് സ്വർഗപ്രവേശനത്തിന് തടസ്സം മരണം മാത്രമേ ഉള്ളൂ. മരിച്ചാൽ അവന് സ്വർഗം ഉറപ്പാണ്. അല്ലാഹു തആല ഇത് പതിവാക്കാനും അങ്ങനെ സ്വർഗം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.